ജീസസ് റെയിൻസ്, യേശു വാഴുന്നു. ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സന്തുഷ്ട കുടുംബം. ഈ ആലോചനകളാണ് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് അതിൻ്റെ ഒരു സമാപന എപ്പിസോഡാണ്. അതുകൊണ്ട് ഞങ്ങൾ കുടുംബമായി, ഞാനും എൻ്റെ വൈഫ് ഷീബയും, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സന്തുഷ്ട കുടുംബമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബങ്ങളെ ഭൂമിയിലെ സ്വർഗങ്ങളാക്കി തീർക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവ് തന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കുന്നു. അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏക മനസ്സും ഏക മാർഗവും ലഭ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു നിങ്ങൾക്കത് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഏക മനസ്സും ഏക മാർഗവും യേശുവിനാൽ നമുക്ക് ലഭിച്ചാൽ, നാം കുറേ അധ്വാനിച്ചതുകൊണ്ടോ കഠിനമായി പ്രയത്നിച്ചതുകൊണ്ടോ ഒന്നും ഇത് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ യേശു നമുക്കിത് ദാനമായി നൽകി തരുവാൻ ഇടവരും. അവിടുന്ന് നമുക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകി തരുവാൻ ഇടവരും. അങ്ങനെ ഏക മനസ്സും ഏക മാർഗവും നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് തന്നെ, ദൈവം തന്നെ, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഏക മനസ്സും ഏക മാർഗവും കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ യേശു എന്താണ് ചെയ്യുവാൻ പോകുന്നത്? വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. ശ്രദ്ധയോടുകൂടെ ഈ വചനം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. കർത്താവിൻ്റെ സമൃദ്ധമാകുന്ന ആശീർവാദം നിങ്ങളുടെ മേൽ വരുവാൻ പോകുന്നു. ബൈബിളിൽ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യോശുവ തൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവോന്മുഖ ഭാവമുള്ളവരായി, ദൈവകേന്ദ്രീകൃതരായി, ദൈവത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുവാനിട വരും. ഇവിടെ ദൈവം വെച്ചിരിക്കുന്നൊരു ക്രമമുണ്ട്, ഒരു ഓർഡറുണ്ട്. ബൈബിളിനകത്ത് നമുക്ക് ആ ക്രമം കാണുവാൻ കഴിയും. ഭർത്താവ് തലയായും ഭാര്യ ശരീരവുമായി, കർത്താവിൻ്റെ സഭയ്ക്ക് സമാന്തരമായി കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ അതേപോലെയുള്ളൊരു കുടുംബജീവിതം നയിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ക്രമരഹിതമാകുന്ന അവസ്ഥകൾ വെളിപ്പെടുമ്പോഴാണ്, ഓർഡർ തെറ്റിപ്പോകുമ്പോഴാണ്, ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡിസോർഡേഴ്സ് വരുന്ന സന്ദർഭത്തിലാണ് അവിടെ ദുഷ്ടന് പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നത്. അനേകം ഭവനങ്ങളിൽ ദുഷ്ടൻ പ്രവേശിക്കുകയാണ്. അതോടൊന്നിച്ച് തന്നെ അനേകം ഭവനങ്ങളിൽ വേലികൾ വരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ ബാരിയേഴ്സ് വരുന്നു, തടസ്സങ്ങൾ വരുന്നു, വേലികൾ വരുന്നു. അവരെ തമ്മിൽ അകറ്റുന്ന വേലികളും മതിലുകളും അവരുടെ ഇടയിൽ വരികയാണ്. പലതുമുണ്ട്. ആശയവിനിമയക്കുറവ് ഒരു പ്രധാനപ്പെട്ട വേലിയാണ്. ലോകത്തിലുള്ള എല്ലാവരോടും സംസാരിക്കുവാൻ ഭർത്താവിന് സമയമുണ്ട്. എന്നാൽ ഭവനത്തിൽ വന്ന് സ്വന്തം ഭാര്യയോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാൻ, ആശയവിനിമയം നടത്തുവാൻ അദ്ദേഹത്തിന് സമയം ലഭിക്കുന്നില്ല. നാം ഇന്നായിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ യുഗത്തിലാണ്. മൊബൈൽ ഫോണുകളും ഇമെയിലുകളും ഒക്കെ നമുക്കിന്ന് സുലഭമായി ലഭ്യമാകുന്ന ഈ ലോകത്തിൽ പല കുടുംബങ്ങളിലും ആശയവിനിമയം നടക്കുന്നില്ല. ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഭാര്യയ്ക്കറിയില്ല. ഭാര്യയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഭർത്താവിനറിയില്ല. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല. അത് അവരുടെ ഇടയിൽ ഒരു വേലിയായി തീരുകയാണ്. സംശയം മറ്റൊരു വേലിയാണ്, പ്രധാനപ്പെട്ട ഒരു ബാരിയറാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംശയം തോന്നുന്നു, ഭർത്താവിന് ഭാര്യയോട് സംശയം തോന്നുന്നു. അതവരെ തമ്മിൽ അകറ്റുവാനിടവരും. മനുഷ്യർ സാമൂഹിക ജീവികളാകുന്നതിനാൽ മനുഷ്യർക്ക് ഈ സമൂഹത്തിലുള്ള മറ്റു പലരുമായി ഇടപെടേണ്ടതായിട്ട് വരും. എന്നാൽ അതിൻ്റെ പിന്നിൽ സംശയത്തിൻ്റെ സ്വാധീനം വരികയാണെങ്കിൽ നിരന്തരം ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയിച്ചു കൊണ്ടിരിക്കാം, ഭർത്താവിന് ഭാര്യയെ സംശയിച്ചു കൊണ്ടിരിക്കാം. എന്നാൽ അതിന് പകരമായിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ് എങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള വേലികൾ ഇടിഞ്ഞു വീഴുവാനിടവരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ശുശ്രൂഷ നടന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു.
യുവതിയും യുവാവും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ആ വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് അനേകർ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി ഇവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഈ യുഗത്തിലെ സമ്മാനം എന്ന് പറയുന്നത് നല്ല ഒരു തഴപ്പായാണ്. എന്തിനു വേണ്ടിയാണ്? ഇവരുടെ കുടുംബം മുഴങ്കാൽ മടക്കി പായിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുടുംബം നിലനിൽക്കുവാനിട വരും. ദൈവികമാകുന്ന സന്തോഷം അവർ അനുഭവിക്കുവാനിട വരും. എന്നാൽ അതിന് സമയം ആളുകൾക്കില്ലാതെ വരുന്ന ഈ യുഗത്തിൽ അത് മുഖാന്തരമായി ഭവനത്തിൻ്റെ ഉള്ളിൽ വേലികൾ വരുന്നു, തടസ്സങ്ങൾ വരുന്നു, മതിലുകൾ വരുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബജീവിതത്തിൽ അത്തരത്തിലുള്ള വേലികളോ മതിലുകളോ ഉണ്ടെങ്കിൽ അത് ഇടിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. ഒരു ഭർത്താവ് ഭവനത്തിലെ രാജാവാണ്. എന്താണ് അതിനർത്ഥം? തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭർത്താവാണ്. ഭാര്യയുമായുള്ള ആലോചനകളോടുകൂടെ തന്നെ അവർ തമ്മിലുള്ള ആശയവിനിമയത്തിന് ശേഷമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭർത്താവാണ്. ഒരു ഭർത്താവ് ഒരു ഭവനത്തിലെ പ്രവാചകനാകുന്നു. കറക്ഷൻസ്, തെറ്റുകളെ തിരുത്തുവാനുള്ള അധികാരം ഭർത്താവിനുണ്ട്. ഒരു പ്രവാചകനെ പോലെ ഭവനത്തിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ ജീവിതത്തിൽ തെറ്റുകൾ കാണുകയാണെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ തെറ്റുകൾ കാണുകയാണെങ്കിൽ ആ തെറ്റുകളെ തിരുത്തുവാനുള്ള അധികാരം ഭർത്താവിനുണ്ട്. അതോടൊന്നിച്ച് തന്നെ ഭർത്താവ് ഒരു ഭവനത്തിലെ പുരോഹിതനാണ്. എന്താണ് പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്? പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ യാഗം കഴിക്കുക, ജനത്തെ ഉപദേശിക്കുക. അതേപോലെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അതോടൊന്നിച്ച് കുടുംബത്തെ ഉപദേശിക്കുന്നവനായിരിക്കണം. ടീച്ചിങ്, ദൈവത്തിൻ്റെ വചനം കുടുംബത്തിൽ ഭാര്യയെ, കുഞ്ഞുങ്ങളെ ഒക്കെ പഠിപ്പിക്കുവാനുള്ള ഒരു പ്രാപ്തി ഭർത്താവ് പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം ആ പ്രാപ്തി നിങ്ങളുടെ മേൽ പകരും. വചനാടിസ്ഥാനത്തിൽ, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനം പണിയുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനം സ്വർഗമായി തീരുവാനിട വരും. എൻ്റെ വൈഫ് അരുണാചൽ പ്രദേശിൽ ജനിച്ചു വളർന്ന് അവിടെ പഠിച്ച ഒരു വനിതയാണ്. എന്നാൽ 17 വർഷങ്ങൾക്ക് മുന്നമേ വിവാഹം കഴിച്ച ഷീബ കേരളത്തിൽ വരുന്ന സന്ദർഭത്തിൽ നല്ലപോലെ മലയാളം പറയാൻ അറിയത്തില്ല, ഭക്ഷണം പാകം ചെയ്യാൻ അറിയത്തില്ല. അവിടെയുള്ള സാംസ്കാരിക രീതികളും നമ്മുടെ ഇടയിലുള്ള സാമൂഹിക സാംസ്കാരിക രീതികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ അതിനോടെല്ലാം യോജിച്ചു വരുവാൻ തക്കവണ്ണമായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ വൈഫിൽ പ്രവർത്തിക്കുവാനിടയായി. ഫാദർ ഇൻ ലോയോടും മദർ ഇൻ ലോയോടും ഒക്കെ ചേർന്നുള്ള ഞങ്ങളുടെ 17 വർഷത്തെ വാസം, എൻ്റെ പിതാവിനോടും എൻ്റെ മാതാവിനോടും ചേർന്നുള്ള എൻ്റെ വൈഫിൻ്റെ 17 വർഷത്തെ വാസം, ആ വാസം വിജയകരമായിരുന്നു, അനുഗ്രഹപ്രദമായിരുന്നു, ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. ആ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷീബ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാര്യയുടെ ഭവനത്തിലെ സ്ഥാനം, ഒരു ഭാര്യയ്ക്ക് ഭവനവുമായുള്ള ബന്ധത്തിൽ എന്ത് സംഭാവനകൾ ദൈവരാജ്യത്തിൽ കൊടുക്കുവാൻ കഴിയും, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഷീബ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഷീബ സ്വന്തം വാക്കുകളിൽ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പോകുകയാണ്. ഷീബ സംസാരിക്കുന്ന മലയാളം ഞാൻ പറയുന്നത് പോലെയുള്ള ഉച്ചാരണമായിരിക്കുകയില്ല. ഷീബയ്ക്ക് മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയില്ല. പറയുമ്പോൾ തന്നെ കഠിനമാകുന്ന മലയാളം പറയുവാൻ അറിയില്ല. അത് നിങ്ങൾ ക്ഷമയോട് സ്വീകരിക്കുവാൻ തയ്യാറാകുക. ഷീബ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് ഭാര്യയ്ക്കുണ്ട്. നമ്മൾ പ്രൊവേർബ്സ് 14:1 നമ്മൾ വായിക്കുന്നത് പോലെ, എ വൈസ് വുമൻ ബിൽഡ്സ് എ ഹൗസ് ബട്ട് ദ ഫൂളിഷ് പുൾസ് ഇറ്റ് ഡൗൺ വിത്ത് ഹെർ ഹാൻഡ്സ്. ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീ തൻ്റെ ഭവനത്തെ പണിയുന്നു, അതേ സമയത്ത് ഒരു ബുദ്ധിഹീന അവിടെ സ്വന്തം കൈ കൊണ്ട് ആ ഭവനത്തെ പൊളിച്ചു കളയുന്നു, ഇല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നു. ഒരു ബുദ്ധിയുള്ള സ്ത്രീക്ക് തൻ്റെ ഭവനത്തെ പണിയുവാൻ പറ്റുമെന്നാണ് ദൈവവചനം നമുക്ക് മനസ്സിലാകുന്നത്. പ്രൊവേർബ്സ് 24:3 നമുക്ക് കാണാൻ സാധിക്കുന്നത്, ത്രൂ വിസ്ഡം എ ഹൗസ് ഇസ് ബിൽഡ് ആൻഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്. സോ ഒരു ഭവനം പണിയപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവിക ജ്ഞാനം, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ആവശ്യമാണ്. ഒരു ഭവനം എസ്റ്റാബ്ലിഷ് ആകണമെങ്കിൽ, ഭൂമിയിൽ ഇല്ലെങ്കിൽ അതൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെതായ ജ്ഞാനം നമുക്ക് വളരെ ആവശ്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ എപ്പോഴും പ്രാർത്ഥനയോടെ തൻ്റെ ഏത് സാഹചര്യങ്ങളെയും തനിക്ക് നേരിടുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും താൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് പൂർണ്ണമായി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ എത്ര കഠിനമായ പ്രയാസത്തിലും നമുക്ക് അത് മുന്നോട്ട് ജീവിപ്പാൻ, അതിനെല്ലാം തരണം ചെയ്യുവാൻ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നു,
നാട്ടിലേക്ക് വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. പക്ഷേ ആദ്യം മുതൽ തന്നെ ഭർത്താവിൻ്റെ വളരെ സപ്പോർട്ടോടുകൂടി തന്നെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിൽ ആശ്രയിപ്പാനും എൻ്റെ ഭാരങ്ങൾ ഭർത്താവിനോട് പറയുമ്പം അതിനെന്താ ചെയ്യേണ്ടത്, ദൈവവചനത്തിൽ നിന്നുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഏറ്റെടുക്കാനും എൻ്റെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് എന്നെ തന്നെ തിരുത്തി മുന്നോട്ട് ജീവിപ്പാനും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പം എൻ്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി സന്തോഷങ്ങൾ എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മൾ വീണ്ടും വചനത്തിലേക്ക് വരുമ്പോഴാണ് പ്രൊവേർബ്സ് 31 വേഴ്സ് 10 തൊട്ട് നമ്മൾ താഴോട്ട് കാണുമ്പോഴാണ് അതിൻ്റെ വേഴ്സ് 11-12 ഇങ്ങനെ പറയുന്നു, ദ ഹാർട്ട് ഓഫ് എ ഹസ്ബൻഡ് സേഫ്ലി ട്രസ്റ്റ് ഹർ സോ ഹി വിൽ ഹാവ് നോ ലാക്ക് ഓഫ് ഗെയിൻ. ഒരു ഭാര്യയുടെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹമാണ് ദാറ്റ് എൻ്റെ ഹസ്ബൻഡിന് ഒരു രീതിയിലും ഒരു കുറവും ഉണ്ടാകല്ലേ, ഏതൊക്കെ മേഖലയിൽ നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ഹസ്ബൻഡിന് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ചെയ്യുവാൻ കഴിയും അതിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ആ മേഖലകളെല്ലാം അനുഗ്രഹിക്കും. വേഴ്സ് 12 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഷീ ഡസ് ഹിം ഗുഡ് ആൻഡ് നോട്ട് ഈവിൾ ഓൾ ദി ഡേയ്സ് ഓഫ് ഹർ ലൈഫ്. അവിടെ ആദ്യത്തെ ഭാഗത്തിലല്ല, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ ആ സമയത്തല്ല വചനം പറയുന്ന ഓൾ ദ ഡേയ്സ് ഓഫ് ഹർ ലൈഫ്. അവിടെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും അവിടെ ഏക ആഗ്രഹം അവിടെ ഹസ്ബൻഡിന് നന്മ ചെയ്യുക. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുമ്പോൾ അനേക സഹോദരിമാരോട് ഇടപെടുമ്പോൾ ഇതാണ് മനസ്സിലാകുന്നത്, ചെറിയ മുറിവുകൾ അവരുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ റിവെഞ്ച് വെച്ചിരുന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഹസ്ബൻഡ്സിനെ സപ്പോർട്ട് ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ കഴിയാതെ, അവർക്ക് നന്മ ചെയ്യുവാൻ കഴിയാതെ പലരും അവരുടെ കുടുംബജീവിതത്തിൽ അനേക ബാരിയേഴ്സിലായിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ ദൈവവചനം അനുസരിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ഇന്ന് അനേക കുടുംബജീവിതങ്ങളിൽ നമുക്ക് സ്വയം നമ്മുടേതായ ആഗ്രഹങ്ങൾ കാണും. പക്ഷെ അതെല്ലാം നമ്മുടെ സെൽഫിഷ്നെസ് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അധികം അനുഗ്രഹിക്കും. നമ്മുടെ നന്മയെക്കാട്ടിലും നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ നന്മ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷം കർത്താവ് അത് നമുക്ക് നൽകി തരും. 1 Peter 3 വേഴ്സ് 3 തൊട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഡു നോട്ട് ലെറ്റ് യുവർ അഡോർൺമെന്റ് ബി മിയർലി ഔട്ട്വേർഡ്, അറേഞ്ചിങ് ദ ഹെയർ, വെയറിംഗ് ഗോൾഡ് or putting on fine apparel. Rather let it be the hidden person of the heart with the incorruptible beauty of a gentle and quiet spirit, which is very precious in the sight of God. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇൻകറപ്റ്റബിൾ ബ്യൂട്ടി, ഓരോ സ്ത്രീയുടെ ഉള്ളിൽ കർത്താവ് ആ ഹിഡൻ പേഴ്സണാലിറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. ഓരോ സ്ത്രീയുടെ അകത്തും കർത്താവ് അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്ന ബ്യൂട്ടി അത് പുറത്തു വരുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും ഏറ്റവും അനുഗ്രഹം, ഏറ്റവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഈ കാലങ്ങളിൽ അനേക സഹോദരിമാര് അവരുടെ പുറമേ ഉള്ള സൗന്ദര്യത്തിനായി അവര് അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിനെ വർദ്ധിപ്പിക്കുവാൻ അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കണക്കിന് അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് അവർ പോകുന്നത്. പക്ഷെ ദൈവവചനത്തിൽ പറയുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ ഉള്ളിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ വരേണ്ട മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരുകയാണ്. 1 Peter വേഴ്സ് 3 നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ അതിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇതുപോലല്ലേ പണ്ട് കാലത്തുള്ള വിശുദ്ധ സ്ത്രീകൾ തന്നെ അലങ്കരിച്ചിരുന്നത്, who trusted in God and also adorned themselves, being submissive to their own husband. ഇന്ന് സബ്മിസീവ് എന്ന് പറയുന്ന വേഴ്സ് വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആണ്. ആൾക്കാർക്ക് പലപ്പോഴും അത് അംഗീകരിക്കാനോ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല. പക്ഷെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ഹസ്ബൻഡ്സ് നമ്മൾ സബ്മിസീവ് ആയിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, അതിൽ നിന്ന് കിട്ടുന്നതായ നമുക്ക് റെസ്റ്റ്, അത് വളരെ വലിയതാണ്. ഈ ലോകത്തിൽ കിട്ടാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ അത് നമ്മൾക്ക് കിട്ടുവാൻ സാധിക്കുന്നത്. വേഴ്സ് 6 as Sarah obeyed Abraham, calling him Lord, whose daughters you are, if you do good and are not afraid with any terror. സാറ തൻ്റെ ഭർത്താവായ അബ്രഹാമിനെ യജമാനെ എന്ന് വിളിച്ച് താൻ കീഴ്പ്പെട്ടിരുന്നത് പോലെ തന്നെ ഇന്നീ കാലത്തിലും സഹോദരിമാര് തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച്
ആ സ്നേഹത്തോടെ സബ്മിസീവ് ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സാറായും അബ്രഹാമിനെ അനുഗ്രഹിച്ച അതേ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കാൻ പ്രാപ്തനാണ്. അനേക സ്ത്രീകൾ അനേക ഭയത്തിന് കീഴിലാകുന്നു. അവരുടെ ഹസ്ബൻഡ്സ് ജോലിക്ക് പോകുന്നു, അവരുടെ ഹസ്ബൻഡ്സ് ഗൾഫിലായിരിക്കുന്നു, വെളിയിലായിരിക്കുന്നു. അവർ ഓരോ ദിവസങ്ങളും അനേക ഭയങ്ങളാണ് നേരിടുന്നത്. പക്ഷെ ദൈവവചനം പറയുന്നു, നീ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുകയും നിന്റെ ഹസ്ബൻഡ് സബ്മിസീവ് ആയിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നിനക്ക് യാതൊന്നിനെ പറ്റിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ മുൻപിൽ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്കുള്ളവരെയും കർത്താവ് സൂക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെയെങ്കിൽ ഭയരഹിതമാകുന്ന ഒരു കുടുംബജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. ഷിബ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന ഒരു സന്ദേശം, സഹോദരിമാർ പലരും ഭയത്തെ നേരിടുന്നു. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് സംഭവിക്കുവാൻ പോകുന്നു, അങ്ങനെയുള്ള ഭയങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ഭയങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. അവർ പ്രാർത്ഥിക്കുക, ഭർത്താവും പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ ഉള്ളിൽ വെളിപ്പെടേണ്ട യോജിപ്പും ഏകമനസ്സും ഏകമാർഗവും ഒക്കെ വെളിപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അത് നൽകി തരുവാൻ വിശ്വസ്തനാണ്. അത് നിങ്ങളുടെ കുടുംബങ്ങളെ സ്വർഗമാക്കി തീർക്കും. വ്യത്യസ്തമാകുന്നൊരു സാഹചര്യത്തിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ വന്ന് 17 വർഷമായിട്ട് വിജയകരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അനേകം സംഘർഷങ്ങളുടെ നടുവിൽ അതിനെയെല്ലാം അതിജീവിക്കുവാനും ആ യോജിപ്പിൽ തന്നെ നിൽക്കുവാനും സ്നേഹം വർദ്ധിപ്പിക്കുവാനും തക്കവണ്ണമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവർത്തിച്ചുവല്ലോ. അതുതന്നെ നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ സംഭവിക്കുവാനിട വരും. ഇവിടെയും ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന സ്നേഹമാണ്. ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന സ്നേഹമെന്ന് പറയുന്നത് സാധാരണ ഭൂമിയിൽ കാണുന്ന സ്നേഹമല്ല. അത് അഗാപ്പേ ലവ് ആകുന്നു, അത് സാക്രിഫിഷ്യലാകുന്ന ലവ് ആകുന്നു, നിസ്വാർത്ഥമാകുന്ന സ്നേഹമാകുന്നു. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. എല്ലാവരുടെയും സംഘർഷം സ്വാർത്ഥതയാണ്. എന്നിൽ വെളിപ്പെടുന്ന സ്വാർത്ഥത, മറ്റുള്ളവരിൽ വെളിപ്പെടുന്ന സ്വാർത്ഥത, ആ സ്വാർത്ഥതയെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് കഴിയണം. അത് സ്നേഹത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. സ്നേഹത്തിൻ്റെ അധ്യായമാകുന്നുവല്ലോ 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം. അവിടെ സ്നേഹത്തിനുള്ള ഒരു പ്രത്യേക ഗുണവിശേഷമാണ് സ്വാർത്ഥത ഇല്ല. സ്നേഹത്തിൽ, ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന സ്നേഹത്തിൽ സ്വാർത്ഥത ഇല്ല. കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുത്തെ സ്നേഹം നമ്മിലേക്ക് പകരുമ്പോൾ ആ സ്വാർത്ഥത കൊല്ലപ്പെടുവാനിട വരും. സ്വാർത്ഥതയെ കൊന്നുകളയുവാൻ തക്കവണ്ണമുള്ള ശക്തി ദൈവത്തിൻ്റെ സ്നേഹത്തിനുണ്ട്. ആ സാക്രിഫിഷ്യൽ ലവ്, നിസ്വാർത്ഥമാകുന്ന ത്യാഗപൂരിതമാകുന്ന സ്നേഹം നമ്മിൽ വ്യാപരിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. അബ്രഹാമും സാറയും അവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് അതിൻ്റെ മൊത്തത്തിൽ ആ കുടുംബത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവരുടെ കുടുംബം വിജയകരമായി തീർന്നു. ദൈവം അവരെക്കുറിച്ച് എന്തുദ്ദേശിച്ചുവോ ആ ഉദ്ദേശം അവരിലൂടെ നിവർത്തിയാകുവാനിടയായി. ഇസ്ഹാക്കിൻ്റെയും റെബേക്കയുടെയും കുടുംബജീവിതം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതമായിരുന്നു. ആ കുടുംബജീവിതത്തിലും വ്യത്യസ്തമാകുന്ന സംഘർഷങ്ങളുണ്ടായി. പ്രഥമമായി തന്നെ റെബേക്കയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ ഭർത്താവാകുന്ന ഇസ്ഹാക്ക് റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് അവളുടെ ഗർഭം കർത്താവ് തുറക്കുവാനിടയായത്. വാഗ്ദത്തം സാറയ്ക്കും ഉണ്ടായിരുന്നു, വാഗ്ദത്തം റിബേക്കയ്ക്കും ഉണ്ടായിരുന്നു. വാഗ്ദത്തം ഉള്ളവർക്ക് അവർക്ക് മക്കളില്ലായിരുന്നു. അവരുടെ വാഗ്ദത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് അവർക്ക് തലമുറകളെ കൊടുത്ത് അവരിൽ നിന്ന് ജാതികൾ ഉത്ഭവിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം ഉള്ളവർക്ക് മക്കളില്ലായിരുന്നു. ഇസ്ഹാക്ക് റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ റെബേക്ക കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാനിടയായി. പിന്നീട് അവർക്ക് പല സംഘർഷങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നു എങ്കിൽ പോലും റെബേക്ക യാക്കോബിനെ കൂടുതൽ സ്നേഹിച്ചു, ഇസ്ഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിച്ചു. അങ്ങനെ മക്കളുടെ പേരിൽ അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. ഒക്കെ ശരിയാണ്. എന്നാൽ അതെല്ലാം പരിഹരിച്ച് അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ആ കുടുംബത്തിലൂടെ എന്തുദ്ദേശിച്ചോ അത് നിവർത്തീകരിക്കപ്പെടുവാനിടയായി. യാക്കോബിൻ്റെ കുടുംബജീവിതം ഒത്തിരി സംഘർഷങ്ങളുള്ള കുടുംബജീവിതമായിരുന്നു. ബഹുഭാരിത്വത്തിന് താൻ വിധേയപ്പെടേണ്ടതായിട്ട് വന്നതിനാൽ അതൊരു വലിയ സംഘർഷമായിരുന്നു. എങ്കിലും അതിനകത്തുകൂടെയും ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശം നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം ആ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹം വെളിപ്പെട്ടു. മക്കൾ 12 ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇസ്രായേലിന് 12 ഗോത്രങ്ങളുണ്ടായത്. ദൈവം എന്താണ് യാക്കോബിൻ്റെ കുടുംബത്തിലൂടെ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമായിട്ട് അവർ ദൈവ വഴികളിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണം കർത്താവിൽ അവരുടെ ജീവിതത്തെ ഭരമേൽപ്പിച്ചതിനാൽ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി.
പുതിയ നിയമത്തിൽ നമുക്ക് പ്രിസ്കില്ലയുടെയും അക്വിലാവിൻ്റെയും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ പരാമർശങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവർ ഒരുമിച്ചാണ് ശുശ്രൂഷയിലായിരുന്നത്, അവർ ഒരുമിച്ചായിരുന്നു കൂടാരപ്പണിയിലായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ റോമാ നഗരം വിട്ട് അവിടെ നിന്ന് കൊരിന്തിൽ വരുന്ന സന്ദർഭത്തിൽ അവർ ഒരുമിച്ച് അവിടം വിട്ട് കൊരിന്തിൽ വരുവാനിടയായി. കൊരിന്തിൽ അവർ ഒരുമിച്ച് അവരുടെ ദൗത്യങ്ങളിലായിരുന്നു. അതോടൊന്നിച്ച് തന്നെ അവർക്ക് ശുശ്രൂഷയിൽ പങ്കാളിത്തം കിട്ടിയപ്പോൾ അവർ ഇരുവരും ഒരുമിച്ച് ശുശ്രൂഷയിൽ ഒരുമിച്ച് മുന്നേറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു. അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ കുടുംബവും വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അസാധാരണമാകുന്ന അനുഗ്രഹങ്ങളുടെ സമൃദ്ധി കർത്താവിനാൽ വെളിപ്പെടും. ഞാൻ ആരംഭത്തിൽ വായിച്ച വാക്യം ഒരിക്കലും മറന്നു പോകരുത്. ഏക മനസ്സും ഏക മാർഗവും. നമുക്കത് സാധ്യമല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ അധ്വാനിച്ചത് കൊണ്ടൊന്നും നമുക്കത് നേടിയെടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏക മനസ്സും ഏക മാർഗവും നമ്മിൽ വെളിപ്പെടുവാനിടവരും. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമ്പോൾ കർത്താവ് നമ്മെ വിട്ടുപിരിയാതെ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. നന്മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ പുറകെ ഓടേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഉപവസിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്ന ആ ഒരുമയിൽ കർത്താവ് വിട്ടുപിരിയാതെ നിങ്ങൾക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് 18-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നില്ലേ? ഏറ്റവും യോജിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. അങ്ങനെയുള്ള യോജിപ്പിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് പിതാവ് ഉത്തരം നൽകുമെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആ യോജിപ്പിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നിസ്സാരമായി നിങ്ങൾക്ക് അതിജീവിച്ച് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് സ്വർഗമാക്കി തീർക്കുവാൻ കഴിയും. ഇവിടെ ഞാൻ വീണ്ടും പരാമർശിക്കുകയാണ്. എൻ്റെ പിതാവ് 88 വയസ്സുണ്ട്, എൻ്റെ മാതാവിന് 85 വയസ്സുണ്ട്. കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് ഞങ്ങൾ മാതാവിനോടും പിതാവിനോടും ഒരുമിച്ചാണ് പാർക്കുന്നത്. അഥവാ ഷിബയെ സംബന്ധിച്ചിടത്തോളം ഷിബയുടെ മദർ ഇൻ ലോയോടും ഫാദർ ഇൻ ലോയോടും ചേർന്നാണ് ഷിബ പാർക്കുന്നത്. അതിൻ്റെ നടുവിലാണ് ദൈവം ഞങ്ങൾക്ക് ഈ സമൃദ്ധമാകുന്ന അനുഗ്രഹങ്ങളെ നൽകി തരുവാനിടയായത്. നമ്മൾ നമ്മുടെ ഇൻലോസിനോട്, മാതാവിനോടും പിതാവിനോടും ഒക്കെ ജീവിക്കുമ്പോൾ നമുക്ക് അനേക സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഓടിപ്പോയി നമുക്ക് തനിയെ എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. പക്ഷെ ആ സംഘർഷത്തിൽ തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കൂടുതലും നമുക്ക് യേശുവിനെ പോലെ, യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ക്രിസ്തു സമാനതയ്ക്ക് വേണ്ടിയുള്ള ഓരോ പടികളാണത്. നമ്മുടെ സ്വഭാവം യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനിടവരും. ക്വയറ്റ് ആൻഡ് ജെന്റിൽ സ്പിരിറ്റിനെ കുറിച്ച് പരാമർശിച്ചില്ലേ? അകത്തുള്ള സൗന്ദര്യം. ആ അകത്തുള്ള സൗന്ദര്യം പുറത്തു വെളിപ്പെടണം. പുറം ഒരുപാട് നമ്മൾ സൗന്ദര്യമുള്ളതാക്കുന്നത് കൊണ്ടല്ല പ്രധാനമായിട്ടും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനുള്ള രഹസ്യമെന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അകത്തെ സൗന്ദര്യം, നമ്മുടെ അകത്തെ സൗന്ദര്യം പുറത്ത് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അത് വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ കുടുംബം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും വിജയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ലഭ്യമാകുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബമായി തീരണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആവശ്യമില്ലാത്ത ടെൻഷൻസ്, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, വ്യാകുലതകൾ, സംഘർഷങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്നും വഴക്ക്, ഒരിക്കലുമല്ല. നിങ്ങളുടെ കുടുംബങ്ങൾ സന്തുഷ്ട കുടുംബങ്ങളായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. 127-ാം സങ്കീർത്തനം, 128-ാമത്തെ സങ്കീർത്തനം, അതെല്ലാം കുടുംബങ്ങൾക്കുള്ള സന്ദേശമാണ്. ഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. ഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഉറക്കത്തിൽ ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? നല്ല മക്കൾ, അനുഗ്രഹിക്കപ്പെട്ട മക്കൾ. ഭാര്യ മുന്തിരിവള്ളി പോലെയും മക്കൾ ഒലിവ് തൈകൾ പോലെയുമുള്ള ഒരു ഭവനമായി യഹോവ ഭക്തന്മാരുടെ ഭവനം മാറ്റുവാൻ കർത്താവാകുന്ന യേശു ആഗ്രഹിക്കുകയാണ്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുന്നു. മക്കളില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇപ്പോൾ സ്പർശിക്കുവാൻ പോകുകയാണ്. നിങ്ങളെ അനുഗ്രഹിച്ച് സന്തതികളെ നൽകി നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കടബാധ്യതയിലോ ഭിന്നിപ്പിലോ ഡിവോഴ്സിൻ്റെ വക്കിലോ ഒക്കെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു.
ഞങ്ങൾ ഒരുമിച്ച് യോജിച്ച് കരം കോർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ഇപ്പോൾ തന്നെ ആ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ സംഘർഷങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഡിവോഴ്സുകളുടെ വക്കിലായിരിക്കുന്ന ആ കുടുംബങ്ങൾ യോജിപ്പിന്റെ ഉന്നതമാകുന്ന അവസ്ഥകളിലേക്ക് യേശുവിൻ നാമത്തിൽ വരുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളെ തകർക്കുന്ന ദുഷ്ടശക്തികളോട് ഞങ്ങൾ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ ഭവനങ്ങൾ വിട്ട് പുറത്തു പോകാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുവാനിടവരട്ടെ. നന്മകളുടെ സ്രോതസ്സുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. അവരിൽ വ്യാപരിക്കുന്ന ബാരൻനെസ് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടവരട്ടെ. ഈ കുടുംബത്തിന്റെ ഇടയിലുള്ള എല്ലാ വേലികളും മതിലുകളും തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ അങ്ങ് ഇപ്പോൾ സന്നദ്ധനായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബങ്ങളെ പിതാവിൻ്റെയും പുത്രനാകുന്ന യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊരുമിച്ച് തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യത്തെ കർത്താവ് അയക്കുവാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരുടെയോ കണ്ണുകളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലീഡിംഗ് ഉള്ളൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. നിന്റെ ശരീരത്തെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഗർഭപാത്രത്തിൽ മുഴ, ഫൈബ്രോയിഡ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കൈ ഉയർത്തുവാൻ വയ്യാത്ത സഹോദരി ഇപ്പോൾ തന്നെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഷോൾഡറിന്റെ മേലുള്ള പെയിൻ ബന്ധനങ്ങൾ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുക. കർത്താവ് ഇത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ സമർത്ഥമാകുന്ന അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ കുടുംബങ്ങൾ നിറയപ്പെടുവാനിടവരട്ടെ. കർത്താവാകുന്ന യേശു ക്രിസ്തു നിരന്തരം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.